ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 2.3 ആണ്. ഇൻ സ്ട്രക്ചർ ഓഫ് ആറ്റം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ ദെയർ ഇൻ ദ ഫോളോവിങ് ന്യൂക്ലിയൈ. താഴെ തന്നിരിക്കുന്ന കുറച്ച് സ്പീഷീസ് ഉണ്ട് അല്ലേ, നമുക്കൊരു 5 ആറ്റംസ് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. സോ ഇവരുടെ കേസിൽ ഇവരുടെ ന്യൂട്രോൺസിൻ്റെ എണ്ണം അതേപോലെ പ്രോട്ടോൺസിൻ്റെ എണ്ണം ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. എടാ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് എലമെൻ്റ് ആരായിരുന്നു? ദ ഫസ്റ്റ് വൺ ഈസ് കാർബൺ 613 എന്ന് പറയുന്ന ആളാണ്. അയാളുടെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അയാളുടെ പ്രോട്ടോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം, അതേപോലെ അയാളുടെ ന്യൂട്രോൺസിൻ്റെ എണ്ണവും കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണോ ഒരാളുടെ അറ്റോമിക് നമ്പർ അതാണ് അയാളുടെ എന്ത് വരിക. ഓക്കെ നോക്കാം. ഇതാ അറ്റോമിക് നമ്പർ 6 അല്ലേ, സോ അത് തന്നെയാണ് എന്ത് പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്? ന്യൂട്രോൺസിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്കറിയാം n = a - z എന്നാണ് അല്ലേ. എ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് നമ്പറാണ്. എ എത്രയാടാ അവിടെ? 13 ആണ്. സോ 13 - 6, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് ആൻസർ കിട്ടും. സോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്ര? ഇവിടെ 7 ആണ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി എല്ലാവരുടെ കേസിലും ചെയ്യണം. ഓക്കെ, കുറച്ചെണ്ണം ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ നോക്കാം നമുക്ക്. സെക്കൻഡ് സ്പീഷീസ് ആരാടാ? ദ സെക്കൻഡ് വൺ ഇസ് ഓക്സിജൻ 816. സോ നമുക്ക് നോക്കാം പ്രോട്ടോൺസിൻ്റെ എണ്ണത്തേക്കും വീഴാം. അത് 8 തന്നെയല്ലേ വരിക, കാരണം അറ്റോമിക് നമ്പർ താഴെ നമ്മൾ കാണിക്കുക 8. സോ പ്രോട്ടോൺസ് = 8. ആൻഡ് നെക്സ്റ്റ് വൺ നമുക്ക് ന്യൂട്രോൺസ് ആണ്. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്? മാസ് നമ്പർ 16 - 8 അല്ലേ. അപ്പോൾ എത്ര കിട്ടുക? 16 - 8 = 8. ഓക്കെ, സോ ബാക്കി 3 എണ്ണം നിങ്ങൾ തന്നെ ചെയ്യുക. ഞാൻ ചെയ്ത് കാണിച്ചു തന്നു. വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണിത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാടാ? എക്സസൈസ് 2.4 ഇതേപോലെ തന്നെയാണ്. റൈറ്റ് ദ കംപ്ലീറ്റ് സിംബൽ ഫോർ ദ ആറ്റംസ് വിത്ത് ദ ഗിവൻ അറ്റോമിക് നമ്പർ ആൻഡ് അറ്റോമിക് മാസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അറ്റോമിക് നമ്പറും അറ്റോമിക് മാസും അല്ലേ, നമ്പറും ഉണ്ട് മാസും ഉണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സിംബൽ ചെയ്യണം. അപ്പോൾ സിംബൽ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പം അറ്റോമിക് നമ്പർ നോക്കിയിട്ട് ആളെ മനസ്സിലാവാൻ പറ്റുമെങ്കിൽ അതേതാണ് നിങ്ങൾക്ക്. യു ക്യാൻ റൈറ്റ് ദ ആക്ച്വൽ സിംബൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കേസിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് ചെയ്ത് നോക്കാം. അതിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാടാ? 17 ആണ്. ആൻഡ് ദ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാടാ? 35 ആണ്. അപ്പോൾ ഈ എലമെൻറ്റ് സപ്പോസ് നമുക്ക് ക്ലോറിൻ ആണ് ഇയാളെന്ന് അറിയുന്ന ആൾക്ക് എന്ത് ചെയ്യാം? Cl എന്ന് എഴുതാം. സപ്പോസ് യു ഡോണ്ട് നോ ദ എലമെൻറ്റ്, ദെൻ ജസ്റ്റ് എന്ത് കൊടുക്കുക? സിംബൽ x എന്ന് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്തിലേക്ക് പോവുക? അവരുടെ അറ്റോമിക് നമ്പർ നമ്മളെവിടെ കാണിക്കുക? താഴെ കാണിക്കുക. XZA അങ്ങനെയല്ലേ നമ്മൾ കാണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ അറ്റോമിക് നമ്പർ അതേപോലെ തന്നെ അവരുടെ മാസ് നമ്പർ അല്ലേ, 2 അറ്റോമിക് മാസും കാണിക്കണം. ചെയ്ത് നോക്കാം നമുക്കടാ. അപ്പോൾ നമ്മൾ കാണിച്ച് പോകുന്ന എലമെൻ്റ് ആരാടാ? X നമ്മൾ കൊടുക്കാൻ പോവാണ്. സോ X എന്ന് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താ? then we have to write the atomic number. Atomic number നമ്മൾ താഴെ കാണിക്കേണ്ടത്. Z എത്രയാ? 17. സോ 17 ഞാൻ താഴെ കാണിച്ചു. ഓക്കെ, അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? മാസ് നമ്പർ മുകളിൽ കാണിക്കണം. എത്രയാ? 35 ആണ്. റെഡി? അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നാൽ ജസ്റ്റ് അറ്റോമിക് നമ്പർ താഴെ കൊടുക്കുക, മാസ് നമ്പർ മുകളിൽ കൊടുക്കുക. ബാക്കി ഈ പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ 2 and 3 അത് നിങ്ങൾ ചെയ്യണം. 2ഉം 3ഉം നിങ്ങൾ ചെയ്യണം കേട്ടല്ലോ. 1 ഞാൻ കാണിച്ചു തന്നു. സെയിം മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റും? 2.4-ലെ 2, 3 നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.